അമ്മയും കുഞ്ഞും നല്ല ഉറക്കം. എന്നും രാത്രി 11 മണിക്ക് ശേഷമല്ലാതെ ഉറങ്ങില്ല. അടുക്കളയിലായിരുന്നു ഞാനിപ്പോൾ. എനിക്കാണെങ്കിൽ പകൽ കിടന്നാൽ ഉറക്കവും പറ്റില്ല. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ പകൽ ഉറങ്ങാൻ പറ്റുള്ളൂ. അമ്മയും കുഞ്ഞും കിടന്ന് ഉറങ്ങുന്ന കാണുമ്പോൾ ഭയങ്കര സൂയ കുശിമ്പൊക്കെ തോന്നും. കിടന്നാൽ ചിലപ്പോൾ ഉറങ്ങിയേക്കാം, പക്ഷേ കിടക്കാനായിട്ട് തോന്നുന്നില്ല. ഇന്ന് ജിഷ്ണു വരും, പാറുണ്ട് ഉച്ചക്ക്. അപ്പം ഇന്ന് രാത്രി എനിക്ക് നേരത്തെ കിടന്നുറങ്ങണം. പിന്നെ ഇന്ന് ഓങ്കാർ പുതിയ സ്കൂളിൽ പോയി. സ്കൂൾ എന്ന് പറഞ്ഞാൽ LKG UKG അല്ലേ, ഏതാണ് അവൻ ചേർത്തിരിക്കുന്നത് എനിക്കറിയില്ല. അവൻ 4.5 വയസ്സായി. ചിലപ്പോൾ UKG ആയിരിക്കാൻ പറ്റിയിരിക്കണേ തോന്നുന്നു, അറിയില്ല. അവൻ്റെ കൂടെ പഠിച്ച കുറേ കുട്ടികൾ ഉണ്ട് കൂടെ. ഗൗരി, ആദം, നീരവ്, അങ്ങനെ. ഞാൻ വരച്ച ചിത്രമൊക്കെ എടുക്കണേ. 25-ാം തീയതി 90 എന്ന് പറഞ്ഞ ചടങ്ങ്. എനിക്ക് ഇതൊക്കെയാട്ടോ വലിയൊരു കാര്യങ്ങൾ. കാരണം ആദ്യമൊക്കെ ഡെലിവറിയുടെ സമയങ്ങളായിരുന്നു നോക്കിയിരുന്നത്. പിന്നെ അത് അല്ല, വളകാപ്പ്, പിന്നെ കൂട്ടിക്കൊണ്ട് പോകൽ, വളകാപ്പ്, പിന്നെ ഡെലിവറി ഡേറ്റ്, പിന്നെ 28, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ 90ലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. പിന്നെ എന്താ 25-ാം തീയതിയാണ് 90. കറണ്ട് പോയപ്പോൾ തീരെ വെളിച്ചില്ല. 25-ാം തീയതി കറണ്ട് പോയി. 90 ഒരു 23-ാം തീയതിയോട് കൂടിയിട്ടൊക്കെ അമ്മയും കുഞ്ഞിനെയും അവർ കൊണ്ടുപോകും. ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എനിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ, കാരണം കുഞ്ഞിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പക്ഷേ 90ൻ്റെ ചടങ്ങിന് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് ഇങ്ങോട്ട് പോരുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര വിഷമം എനിക്കിപ്പോൾ. എനിക്ക് ഒന്നാമത് പെൺകുട്ടികളെയാണ് ഭയങ്കര ഇഷ്ടം. ആൺകുട്ടികളെക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് പെൺകുട്ടികളോടാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. അതുകൊണ്ടല്ല കേട്ടോ, എനിക്ക് എന്തോ പെൺകുട്ടികളെയാണ് ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ചാൽ എൻ്റെ മോനെ എനിക്ക് ഇഷ്ടമില്ല എന്നല്ല, അവനും എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അവനെന്താ പറയുക, ഞാൻ പറയേ കണ്ണാ അന്ന് പാപ്പൻ വരും, പാപ്പൻ വന്നാൽ പെണ്ണിനെ കൊണ്ടുപോകൂടാന്ന് പറയും. പെണ്ണിനെ ചിറ്റനെ കൊണ്ടുപോകും. അപ്പം അമ്മയും പൊക്കോ, ഞാനും വരാം. അമ്മയും പൊക്കോ, ഞാനും വരാം. അങ്ങനെയാണ് അവൻ പറയണത്. ഇനി അവൻ്റെ അവസ്ഥ എന്താവും അറിയത്തില്ല. പെണ്ണിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെണ്ണെന്ന് പറഞ്ഞ ജീവൻ വന്ന ആരും അറിയാതെ എന്താണ് ഇങ്ങനെ വിളിച്ചത്. കസേര ഒന്ന് തിരിച്ചതാണ്. ആരും അറിയാതെ കയറി ഉണ്ണി കിടക്കുന്ന കട്ടിലിൽ കയറി അങ്ങാതെ കിടക്കും. ഇന്നലെ ഞങ്ങളിന്ന് തൂക്കം നോക്കാൻ വേണ്ടി അംഗൻവാടി വരെ പോയി. അംഗൻവാടിയിൽ നിന്ന് ഞങ്ങളൊരു ഓട്ടോയിലാണ് പോയത്. ഓടിക്കയറി വണ്ടിയിലിരുന്നു. എന്തു ചെയ്താൽ വിളിച്ചാൽ വരില്ല. അവൻ്റെ അച്ഛൻ്റെ വല്യമ്മയാണ് അവിടുത്തെ ഒരു സ്റ്റാഫ്. അന്നേരം കുറേ വിളിച്ചു, വാ അവർ പോട്ടെ, കാരണം എല്ലാവർക്കും അറിയാം ഉണ്ണീൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ളത്. ഒന്ന് പോയി എന്ന് പറഞ്ഞ് കുട്ടി വണ്ടിയിൽ കയറി അങ്ങോട്ട് ഉറച്ചിരുന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുപോരണ്ടായിട്ട് വന്നു. ഇവിടെ വന്നിട്ട് ഇന്നലെ അംഗൻവാടിയിൽ ബിരിയാണി ആയിരുന്നു. അവന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ബിരിയാണി കഴിക്കുന്ന കുട്ടി, പക്ഷേ ഈ മുട്ട ബിരിയാണി അതൊന്നും അവന് ഇഷ്ടമായില്ല. ഇവിടെ വന്നിട്ട് അമ്മ ചോറ് ഇതാന്ന് പറഞ്ഞ് ചോറ് വാങ്ങിച്ച് കഴിച്ച്. അപ്പം ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് കയറി കിടന്നോളാൻ പറഞ്ഞു. ചുമരിൻ്റെ അടുത്ത് സൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. നടുക്കൊരു തലയണ വെച്ചു. അങ്ങനെ കുറേ നേരം അങ്ങനെ കിടന്നു. പക്ഷെ ഉറങ്ങിയില്ല കേട്ടോ, ചങ്ങാതി ഉറങ്ങിയില്ല, എഴുന്നേറ്റ് പോന്നു. പിന്നെ ഇവിടെ വന്നപ്പം ഞാൻ യൂട്യൂബിൽ അവന് കുട്ടികളുടെ കാർട്ടൂൺ വിളിച്ചു കൊടുത്തു. അത് കണ്ടങ്ങനെ ഇരുന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവൻ്റെ അമ്മ വന്നു. അച്ഛൻ വന്നിട്ട് 2 വട്ടം പോയി. അവനൊരു പാൻറ്, ട്രൗസറായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അത് പറ്റില്ല, അവന് പാൻറ് വേണം. എന്നിട്ട് പാൻറ് എടുക്കാൻ വേണ്ടി പോയി. പിന്നെ പാൻറ് എടുത്തിട്ട് വന്നു. പിന്നെ ഒന്നുകൂടെ വേഗം തന്നെ കയറി വന്നു. അത് ഈ പെണ്ണിവിടെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ പോകുമ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഇന്നിപ്പോൾ രാവിലെ വന്നു എൻ്റെ അടുത്ത്.
പുതിയ സ്കൂളിലേക്ക് പോകല്ലേ. അപ്പോൾ ഞാൻ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. മോൻ പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുന്നു, ഓടിച്ചെന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കാല് തൊട്ട് സങ്കടം വന്നിരിക്കും. അങ്ങനെ ഇന്ന് പോയിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ അമ്മയുടെ കൂടെ അക്ഷയ സെൻറ്ററിലേക്ക് പോകും. അവൾ ജോലി നിർത്താമെന്ന് പറയും, എൻ്റെ ശാലിനി, കുഞ്ഞിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. ഇന്ന് വൈകുന്നേരം ജിഷ്ണു വരും. അപ്പോൾ ഞാൻ ഇന്നലെ ഓംകാറിനോട് പറഞ്ഞു, മോനെ ഇന്നിവിടെ കിടക്കാം എന്ന് ചോദിച്ചു. രാത്രി ഒരു 10 മണിയൊക്കെ ആയി. അന്നേരം അവിടെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ പോട്ടെ, മണിയമ്മ അടുത്തേക്ക് പോട്ടെ എന്ന് ചോദിച്ചു. അയ്യോ അച്ഛനോട് ഇല്ലല്ലോ, അച്ഛൻ വന്ന് ചോദിക്കണ്ടേ, നമുക്ക് നാളെ എന്നെ കൊണ്ട് വിടുമോ രാത്രി? പകലൊക്കെ തന്നെ വരും. അപ്പോൾ അവൻ്റെ അമ്മ രാത്രി കൂടിയാണെങ്കിൽ വരും കേട്ടോ. കാരണം വഴിവിളക്കൊക്കെ ഉള്ള കാരണം ഒരു 7 മണി 7:30 വരെയൊക്കെ അവൻ ഒറ്റയ്ക്കും കൊണ്ട് പോയി. അങ്ങനെ അവനെ പതുക്കെ കൂട്ട് വിളിച്ച് കിടത്താൻ തുടങ്ങണം. കാരണം ഇനി പാറ പോയി കഴിഞ്ഞാൽ കാര്യം ചിന്തിക്കാൻ പോലും ഒറ്റയ്ക്കുള്ള ജീവിതം. രാത്രിയിലേ ഒരാളോ ഒന്നും മിണ്ടാനും പറയാനൊന്നും ഇല്ലാണ്ട്. അപ്പോൾ എനിക്ക് മോനെ പതുക്കെ സോപ്പിട്ട് ഇങ്ങോട്ട് വിളിക്കണം. അങ്ങനെ കാര്യങ്ങൾ. ഇപ്പോൾ 90നെ കുറിച്ചുള്ള ഒരു ടെൻഷനിലാണ് ഞാൻ. ഒരു വലിയ വണ്ടി വിളിച്ചുകൊണ്ട് പോയാൽ 4500 രൂപ വണ്ടി വാടക വരും. ഒരു ഓട്ടോറിക്ഷ പോകണമെങ്കിൽ മാക്സിമം 1500 നിൽക്കും. ഒരു വെള്ളിമുങ്ങ പോയാൽ വെള്ളിമുങ്ങയിൽ പക്ഷേ കൊള്ളുന്ന ആൾക്കാരായിരിക്കില്ല ഇവിടുന്ന് പോകുന്നത്. ഷാലു, ശരത്ത്, പെങ്ങളൂട്ടി, സാന്ദ്ര, അവർ 3 പേര്. പിന്നെ എൻ്റെ ചേച്ചിയുടെ മോള് ഗംഗ, പിന്നെ എൻ്റെ തറവാട്ടിൽ നിന്ന് ആങ്ങള, നാത്തൂൻ, 2 പിള്ളേർ, പിന്നെ ഞാൻ. ഇത്ര പേരൊരു വെള്ളിമുങ്ങയിൽ കൊണ്ടുപോകുമെന്ന് എനിക്കറിയത്തില്ല. ഇവരൊക്കെയാണ് ചേർത്ത് പിടിച്ചാൽ നമുക്കൊരു അയ്യോ എന്ന് പറയുമ്പോൾ ഓടി വരാനുള്ള ആൾക്കാർ ഇവരൊക്കെ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നടത്തുന്ന കാര്യങ്ങൾ. ഒരു അരപ്പവൻ്റെ സ്വർണം എന്തായാലും വാങ്ങണം. ഇന്ന് എന്താ സ്വർണത്തിന് വില. ഞാൻ ഓംകാറിന് ഒരു അരപ്പവൻ്റെ മാലയും പിന്നെ ശാലുവിനൊരു വാഷിംഗ് മെഷീനാണ് അന്ന് കൊടുത്തുള്ളൂ. പിന്നെ കൂട്ടിക്കോട്ട് പോയ സമയത്ത് ഒരു കുറച്ച് പാത്രം കൊടുത്തു. ഇത് കുന്നംകുളംകാർക്ക് ഭയങ്കര ചടങ്ങാണെന്ന് പറയുന്നുണ്ട്, ഈ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ വാങ്ങണം. ഒരു 10,000-3000 രൂപ പാത്രം വേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വലിയ വണ്ടി വിളിച്ച 4500 രൂപ അത് വേണം. പിന്നെ കുഞ്ഞിന് 2-3 ജോഡി ഡ്രസ്സ് കൊടുത്തു വിടണ്ടേ, അത്, സ്വർണം, എല്ലാം കൂടെ കൂടി ഒരു 10,000-60,000 രൂപ എങ്ങനെയായാലും വേണ്ടി വരും. ഞാൻ മാത്രമല്ലേ, വേറെ ആളും നമ്മളോട് ഇതാന്ന് പറഞ്ഞിട്ട് ഒന്നും നമുക്ക് തരാനായിട്ട് ഇല്ല. അപ്പോൾ പക്ഷേ ഇവരെയൊന്നും നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റാവുന്ന ആൾക്കാരുമല്ല. അങ്ങനെ 25-ാം തീയതി എന്ന് പറഞ്ഞ ഒരു ദിവസം, അതെൻ്റെ പേടി. നല്ലൊരു ഓർമ്മയുണ്ട്. അതോടൊപ്പം ആ നല്ലതിലേക്ക് എത്തുന്ന ആ വഴി ഓർക്കുമ്പോൾ അതിനേക്കാളും വലിയ ടെൻഷൻ. ലീവ് എടുത്തിട്ട് ഇപ്പോൾ 4 മാസമായി. നമുക്ക് കുറച്ച് കടബാധ്യതകൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി അങ്ങോട്ട് കൊടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലീവുള്ള സമയങ്ങളിൽ. എങ്ങനെ നടന്നു പോകണമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഭക്ഷണം, അതിന് മാറ്റം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഒരു പെറ്റുകിടക്കുന്ന പെണ്ണ്, അതിന് ഫുഡ് വേണം. പിന്നെ കുളിക്കാൻ, കഴിക്കാൻ മരുന്ന്, കുളിക്കാൻ സോപ്പ്, എണ്ണ, ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ഇതെങ്ങനെയൊക്കെയാണോ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. പിന്നെ 90ൻ്റെ ഒരു ചടങ്ങുകൾ കഴിഞ്ഞ് കിട്ടിയാൽ മാത്രമേ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. പക്ഷെ പിന്നെ അടുത്ത മനസ്സമാധാനക്കേട് വരികയാണ് ഒറ്റയ്ക്കുള്ള രാത്രികൾ. അത് അതിനേലും വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ ഞാൻ രാത്രി വാതിലൊക്കെ പോട്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് പോകേണ്ട, അല്ലെങ്കിൽ എൻ്റെ തറവാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും ചിലപ്പോൾ ഒക്കെ. അങ്ങനെ നടത്തിലും മനസ്സിനെന്തോ ഭയങ്കര ഒരു പേടി, ടെൻഷൻ ഉണ്ട്. അതൊന്ന് മാറ്റിയെടുക്കാൻ എല്ലാ മരുന്നും ഒക്കെ ഉണ്ടോയെന്ന് അതും അന്വേഷിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഓരോ വിശേഷങ്ങൾ. ശരി കേട്ടോ.